സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ക്രിസ്മസ് ഒരിക്കൽ കൂടി ആഗതമായിരിക്കുന്നു. 2023 ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. വിഷ് യു എ വെരി വെരി ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് കാലങ്ങൾക്ക് മുൻപ് ആദ്യം നടന്ന ആ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആ ക്രിസ്മസ് ദിനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പേരെഴുതിക്കാനായിട്ട് സ്വന്തം നാട്ടിലേക്ക് കടന്നുപോയ ഒരു ഭാര്യയും ഭർത്താവും, നിറവയറോടുകൂടി വലിഞ്ഞു മുറുകിയ കാലുകളോടുകൂടി വേദനയോടുകൂടി ജനിക്കാൻ ഇടം പാർത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് കിടക്കാൻ ഇടം തേടി അലഞ്ഞ രണ്ടു മനുഷ്യാത്മാക്കളുടെ കഥ. എവിടെയെങ്കിലും ഒന്ന് തലചായ്ച്ചിരിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന നിമിഷത്തില് ഭാര്യ പറയുന്നു, എനിക്ക് വയ്യ, നോവുന്നു, വല്ലാതെ നോവുന്നു. ആ ഒരു പുരുഷന്റെ ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എല്ലാവരോടും ചോദിച്ചു. സത്രംകാരന് വേണമെങ്കിൽ ഇടം കൊടുക്കാൻ ഒത്തിരി ഇടങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വീടും അവന്റെ ഓഫീസ് റൂമും ഒക്കെ അവന് ദാനം ചെയ്യാമായിരുന്നു. അവന്റെ ജോലിക്കാർ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കൊടുക്കാമായിരുന്നു. കൊടുത്തില്ല. അവസാനം ആ പുൽത്തൊഴുത്തില് ഏതോ ഒരു കാലിക്കൂടിന്റെ മൂലയില് ആ ഭർത്താവും ഭാര്യയും ചേർന്നിരുന്നു. വേദനയോടെ പൊളയുന്ന നിമിഷങ്ങളിലൊന്നിൽ ഈശോ ഈ ഭൂമിയിലേക്ക് പൂജാതനായി. ഇന്ന് ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് കൗൺസിലിംഗിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, വയറിന്റെ വലതുവശത്ത് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. ഭർത്താവിനോട് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞപ്പോൾ അത് ഗ്യാസ് ആയിരിക്കും, ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്നു. ചിലപ്പോഴത് ശരിയായിരിക്കാം, എന്നാലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ, അദ്ദേഹം അതിന് മനസ്സ് കാട്ടിയില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു നൊമ്പരമുണ്ടായി. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, പ്രതീക്ഷ എപ്പോഴും നല്ലതാണ്, പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തകരും. എന്നാൽ നമ്മളും ആ വ്യക്തിയുടെ, ആ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കണം, സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയൂ എന്ന്. ഇവിടെ ഈശോയുടെ ജനനത്തിനൊരുങ്ങുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും യൗസേപ്പിതാവിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ പരസ്പരം ഇത്രയേറെ മനസ്സിലാക്കിയ രണ്ട് വ്യക്തികൾ ഈ ഭൂമിയിൽ അതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഭാര്യയ്ക്ക് പ്രസവവേദന വരുന്നെന്നും അത് തമ്പുരാന്റെ ജനനമായിട്ടും അനുഭവിക്കേണ്ട വേദനകൾ മുഴുവനും അനുഭവിച്ചു തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങണമെന്നും ദൈവപിതാവ് ശഠിച്ചപ്പോൾ അതിന് നിന്നു കൊടുത്ത ഒരു പെൺകുട്ടി അവളുടെ വേദനകളെ കരനാരിൽ ഏറ്റുവാങ്ങി മടിയിൽ കിടത്തി ആ പ്രസവമെടുത്ത് കുഞ്ഞുമുത്തിനെ, ഉണ്ണീശോയെ ഈ ഭൂമിയിലേക്ക് കടത്തിവിട്ട ഒരു പിതാവ്, ഭർത്താവ്, ഒരു നല്ലപ്പന്റെ, ഒരു നല്ല അമ്മയുടെ നല്ല കുഞ്ഞായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവപുത്രൻ. ഇനി നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് വരാം. കോപത്തിൽ നിന്നോ ശാരീരിക ഇച്ഛയിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ഈശോ ജനിച്ചത് എന്ന് വചനം പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരുപാട് പേര് മാനസിക അസ്വാസ്ഥ്യമുള്ളവര്, ADHD, ഓട്ടിസം, ശ്രദ്ധയില്ലായ്മ, ഇങ്ങനെ 100 രോഗങ്ങളോടുകൂടി നമ്മുടെ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ ചിന്തകൾ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. മാതാവും പിതാവും കുഞ്ഞിനെ കൈചേർത്ത് പിടിച്ച് മടിയിലിരുത്തി ദൈവനാമങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലുള്ള നെഗറ്റിവിറ്റി അല്പാൽപമായി മാറിക്കൊണ്ടിരിക്കും. ഈശോയുടെ കരുണയോട് ചേർത്ത് വെച്ച്, ഈശോയുടെ ചെറുപ്പകാലത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് സുഖപ്പെടുത്താനുള്ള ഒരു ദിവസമായിട്ട് ഈ ക്രിസ്മസ് മാറട്ടെ. 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എത്രയെത്ര കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നത്. അവർ സോഷ്യലൈസേഷൻ സ്കൂളുകളിൽ വന്ന് ടീച്ചർമാരോട് ചേരുമ്പോൾ, മറ്റു കുഞ്ഞുങ്ങളോട് ചേരുമ്പോൾ അവരുടെ രോഗം കുറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. യൗസേപ്പിതാവ് മാതാവിനെ സ്നേഹിച്ചതുപോലെ, മാതാവിനെ മനസ്സിലാക്കിയതുപോലെ ഒരപ്പൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, യൗസേപ്പിതാവിനെ മനസ്സിലാക്കിയതുപോലെ, സ്വയം സഹിച്ചതുപോലെ, സ്നേഹത്തിൽ ഉണ്ണിച്ചതുപോലെ മാതാവിനെ പോലെ ഒരമ്മയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവൻ നന്മ ചെയ്ത് കടന്നുപോയി
പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ നമുക്ക് കിട്ടുന്ന കുഞ്ഞുമക്കളും പ്രീതിയിലും വാത്സല്യത്തിലും നിറയുമ്പോൾ ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ രീതിയിൽ ജ്ഞാനത്തിലും അറിവിലും വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 2023